ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും എത്രത്തോളം ടൈപ്സ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സീരീസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം സമയം കുറച്ചിട്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാ സമയങ്ങളിലും കേൾക്കുന്നൊരു കാര്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കയറിയാലും നമ്മൾ പുറത്ത് ചെന്നാലും എവിടെയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആഡ്സ് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്കോപ്പ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് സർവേ പ്രകാരം ഒരു 79-80% ഒരു കമ്പനിയുടെ റവന്യൂ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഴ്സിലൂടെയാണ്. നമ്മൾ തന്നെ ഒരു എൻക്വയറി നടത്തിയാൽ നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങളിപ്പോൾ ഏത് സ്ഥാപനത്തിൽ ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ SMS വരും, പിന്നെ നിങ്ങളുടെ മെയിലിൽ കയറി അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ലീഡ്സ് പല സോഷ്യൽ മീഡിയയിൽ വഴി എല്ലാ കമ്പനീസും ഉപയോഗിച്ച് തുടങ്ങാണ്. അപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം എൻഗേജ്ഡ് ആണ്. അവിടെ ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ അവസരങ്ങളും അതിലേക്ക് വരുന്ന കോഴ്സുകളും അത് പഠിക്കാനും അതിൻ്റെ പ്രാധാന്യങ്ങളെല്ലാം കൂടി വരികയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. Digital marketing is the act of selling products and services through channels such as social media, SEO, email and mobile apps. Basically, digital marketing is any form of marketing that involves electronic device. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് തന്നെയാണ്, പക്ഷേ അതൊരു ഇലക്ട്രോണിക് മീഡിയാസിലൂടെ ആവുമ്പോൾ അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നു. അതായത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ, SMS ത്രൂ നമ്മൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ, ഇമെയിൽ ത്രൂ നമ്മൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നേരത്ത് ടോപ്പിൽ വരുന്ന വെബ്സൈറ്റിൻ്റെ കൊണ്ട് ചേർന്ന് വരുന്ന പരസ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാമാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ടൈപ്സ് നോക്കാം. ഒന്നാമത്തത് കണ്ടൻറ് മാർക്കറ്റിംഗ്. എല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ് കണ്ടൻറ് മാർക്കറ്റിംഗ്. കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം അതിനൊരു ഉത്തരം കൊടുക്കുന്ന ഒരു രീതിയാണ് കണ്ടൻറ് മാർക്കറ്റിംഗ്. ഒരു പ്രത്യേക കണ്ടൻറ്റ് ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുക. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ജോലി ആയിട്ടില്ലേ എങ്കിൽ ഇത് ചേരൂ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഷോർട്ട് ആയിട്ടുള്ളൊരു ആഡ്സാണ്. നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ ശൈലി. അതൊരു എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. എല്ലാ കമ്പനീസും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തത് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഗൂഗിളിലായാലും യൂട്യൂബിലായാലും നമ്മളൊരു പ്രത്യേക വേർഡ് സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഫുഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ തന്നെ വരുന്നൊരു വീഡിയോ ആഡ് പ്രൊമോഷൻ വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ ഒരു കീവേഡ് ആ ഒരു കമ്പനി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിൽ അവർ ആഡ് കൊടുക്കും. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ ബേസിൽ ടോപ്പിൽ വരുന്ന ആ ഒരു ബേസിൽ പരസ്യം കൊടുക്കുന്ന രീതിയാണ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. അതിപ്പോൾ ഗൂഗിളാവാം, യൂട്യൂബ് ആവാം, അങ്ങനെ സെർച്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾക്ക് ഈ പറയുന്ന മാർക്കറ്റിംഗ് രീതി കാണാവുന്നതാണ്. അടുത്തത് ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് ആണ്. ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിൽ കയറാൻ നേരത്തെ നിങ്ങൾക്ക് കാണാം ഷോർട്ട് അനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ചെറിയൊരു ഫോട്ടോ പോപ്പപ്പ് ആയിട്ട് വരുന്ന കാണാം. അപ്പോൾ ഇതെല്ലാം ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് ആണ്. അതായത് ബിൽ ബോർഡ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണാറുണ്ട്. അതേ സംഭവം തന്നെ വെബ്സൈറ്റിലും ആപ്ലിക്കേഷൻസിലും സോഷ്യൽ മീഡിയാസിലും അങ്ങനെയൊക്കെ പല പ്ലാറ്റ്ഫോംസിലും നമ്മൾ കാണാറുണ്ട്. അതെല്ലാം ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് ആണ്. അടുത്തത് മൊബൈൽ മാർക്കറ്റിംഗ് ആണ്. മൊബൈൽ മാർക്കറ്റിങ്ങിൽ മെയിൻലി പറയാനുള്ളത്, നമ്മൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സ്ഥാപനത്തിൽ എൻക്വയറി ചെയ്തു, പിന്നീട് നമുക്ക് SMS ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് മൊബൈൽ കണക്ഷൻസ്, ഇപ്പോൾ എയർടെലാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ SMS നമ്മൾ അറിയിക്കും. ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മൾക്ക് SMS ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് മെയിലിലും SMS വരും. ഇതെല്ലാം മൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. മൊബൈലിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പരസ്യങ്ങളെല്ലാം, ഇതെല്ലാം മൊബൈൽ മാർക്കറ്റിംഗ് കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്ത സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഇതിലൊക്കെ നമ്മൾ കാണുന്ന പരസ്യങ്ങളാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്.
അടുത്തത് ഇമെയിൽ മാർക്കറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മളിപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ആ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മെയിൽ ത്രൂ അറിയിക്കും. ഇപ്പോൾ റൈറ്റ് കസ്റ്റമേഴ്സിന് റൈറ്റ് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന രീതിയാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. അടുത്തത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ അവർ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് പരസ്യം ചെയ്യുന്ന രീതിയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അപ്പോൾ അവർക്കൊരു മാസ് ഓഡിയൻസ് ഉണ്ടാവും, അവരുടെ ഫോളോവേഴ്സ്. അപ്പോൾ നമ്മൾക്ക് വളരെ നിസ്സാര സമയം കൊണ്ട് തന്നെ അത്രയും ഓഡിയൻസിലേക്ക് അത് റീച്ച് ആവാണ്. നിങ്ങൾക്ക് കാണാം ടോപ്പ് സെലിബ്രിറ്റീസുകളെല്ലാം ഓരോ പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ അവർ പറയുമ്പോൾ അത്ര ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടാനും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോടെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു രീതിയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അടുത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓൺലൈൻ സൈറ്റുകൾ കൂടുതലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ പല ചാനലിൽ കണ്ടറിയാം, ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ താഴെ അവരുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അതുവഴി ആ ലിങ്ക് വഴി നമ്മൾ മേടിക്കുമ്പോൾ ആരാണോ ആ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് അയാൾക്കൊരു പ്രത്യേക കമ്മീഷൻ ഉണ്ടാവും. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ ഹെൽപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ലിങ്ക് വഴിയാവാം, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടാവാം, അങ്ങനെ പല രീതിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അടുത്തത് വീഡിയോ മാർക്കറ്റിംഗ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലായാലും നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആഡ്സ് വരാറുണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ നമ്മളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലും ഇതേപോലെ വീഡിയോ മാർക്കറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം വീഡിയോ മാർക്കറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഓഡിയോ മാർക്കറ്റിംഗ്, നിങ്ങൾക്കിപ്പോൾ മൊബൈൽ കണക്ഷൻസ് അവരുടെ പ്രത്യേക ഓഫറും കാര്യങ്ങളൊക്കെ നമുക്കൊരു റെക്കോർഡഡ് ആയിട്ടുള്ളൊരു ഓഡിയോയിൽ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഓഡിയോ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാമാണ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടൈപ്സും കാര്യങ്ങളെല്ലാം. ഇനി നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. 1 ഗ്ലോബൽ റീച്ച് ആണ്, 2 ലോവർ കോസ്റ്റ് ആണ്, 3 സ്പീഡ്, 4 എൻഗേജ്മെൻറ്റ്, 5 ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഗ്ലോബൽ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാര സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു മാസ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ എക്സ്പെൻസും നമ്മളുടെ സമയവും നമ്മൾക്കൊരു മാസ് ഓഡിയൻസിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഒരു മാസ് ഓഡിയൻസിൽ ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ നമുക്കൊരു മാസ് കമ്മ്യൂണിറ്റി ഉള്ളതിലേക്കൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, വളരെ നിസ്സാര സമയം കൊണ്ട് നമ്മുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്ലോബൽ റീച്ച് അവിടെ പോസിബിളാണ്. 2 ലോവർ കോസ്റ്റാണ്. ഞാനീ പറഞ്ഞ പോലെ ട്രഡീഷണൽ മാർക്കറ്റിംഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ കോസ്റ്റാണ്. അതിന് ചിലവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ പോസിബിളാവും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. 3 സ്പീഡ്, വളരെ ക്വിക്കറായിട്ട് തന്നെ നമ്മളുടെ മാറ്റേഴ്സും നമ്മളുടെ കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. അടുത്തത് എൻഗേജ്മെൻ്റ് ആണ്. നമുക്കൊരു കമ്മ്യൂണിറ്റി, ഒരു മാസ് കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് നമുക്ക് എപ്പോഴും ലൈവായിട്ട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. അവരുടെ റിവ്യൂസ് മനസ്സിലാക്കി, അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിരന്തരം അവരായിട്ട് നമുക്ക് ഇടപഴകാൻ ഇതിലൂടെ സാധിക്കും. അടുത്തത് ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റിട്ടേണാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾക്ക് കിട്ടുന്നത്. കാരണം ലീഡ് ജനറേറ്റ് ചെയ്യാൻ തന്നെ നമ്മൾക്കൊരു മാസ് ഓഡിയൻസ്, നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് ഏതാണ്, നമുക്ക് ആഡ്സ് കൊടുക്കാം, അതിലൂടെ നമ്മൾക്കൊരു ബൾക്ക് ലീഡ്സ് നമുക്ക് കിട്ടും. അവരോട് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനൊരു ബെറ്റർ ആയിട്ടുള്ളൊരു റിട്ടേൺ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പോസിബിളാണ്. അതാണ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അവസാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ് യു ക്യാൻ സി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ക്രൂഷ്യൽ ഇൻ ദ സർവൈവൽ ഓഫ് ടുഡേയ്സ് ബിസിനസ്. യു നീഡ് ടു എക്സ്പോസ് യുവർ ബ്രാൻഡ് ടു എ ബിഗർ ഓഡിയൻസ് ഇഫ് യു വാണ്ട് യുവർ ബിസിനസ് ടു ഗ്രോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേ സൗണ്ട് സ്കാരി അറ്റ് ഫസ്റ്റ്, ബട്ട് ഇഫ് യു ടേക്ക് ദ ടൈം ടു ലേൺ അബൌട്ട് ഇറ്റ് യു വിൽ സീ ദാറ്റ് യുവർ കമ്പനി ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽസ് ടു എക്സ്പാൻഡ് ബിക്കോസ് ഓഫ് ഇറ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടക്കം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് നമ്മൾ അതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ പിന്നീട് നമുക്കതിൻ്റെ റിട്ടേൺസും അതിൻ്റെ ഒരു എക്സ്പോഷറും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാ കമ്പനിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ സർവൈവൽ, അതിൻ്റെ നിലനിൽപ്പിനും കാര്യങ്ങൾക്കൊക്കെ
ആവശ്യമുള്ള ഒരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ സ്കോപ്പ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സീരീസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.